സോ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്, അതായത് ലാസ്റ്റ് ഡേ. നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസൽ കഫേയിലേക്ക് പോയി. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായില്ല. ഇത് മാംഗ്ലൂരത്തെ വൺ ഓഫ് ദി ഫേമസ് കഫേ ആണ്. എന്നിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ക്യാപ്പച്ചീനോയും പിന്നെ എന്താ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. ആ കുക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാപ്പച്ചീനോ ഓൾസോ ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. നല്ല അത്യാവശ്യം എക്സ്പെൻസീവായൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതിലും ടേസ്റ്റായിട്ട് സോസേജ് ഉണ്ടാക്കാറുണ്ട്. ആ സോസേജ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത്രയും പൈസ കൊടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ സ്പായ്ക്ക് പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ സത്വ സ്പായിലേക്ക് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയി. നല്ല അടിപൊളി സ്പാ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നീറ്റായിട്ടുള്ള സ്പേസ് ആയിരുന്നു. പിന്നെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. എന്നിട്ട് സ്പായൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏകദേശം 45 മിനിറ്റ്സോ ഹാഫ് ആൻ അവർ എന്തോ ഉണ്ടായുള്ളൂ. അവൾക്ക് 1 അവർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് ഞാൻ അവൾ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യൻ പാറ്റിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം സുഷിയോ അല്ലെങ്കിൽ റാമനൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏഷ്യൻ പാറ്റിയോയിൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് കോംപ്ലിമെൻ്ററി ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ്ക്രീമിൻ്റെ ഈ ഫ്ലേവേഴ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. നമ്മൾ ബിസ്കോഫ് ഐസ്ക്രീമാണ് ചൂസ് ചെയ്തത്. ആൻഡ് ദെൻ എന്നിട്ട് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുഷി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പൊതുവേ ഈ സീവീഡിനോട് വലിയ താല്പര്യമില്ല. ഇതിൽ ഭയങ്കരമായിട്ട് സീവീഡ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കഴിച്ചു. പിന്നെ റാമൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ കമ്പാരിറ്റീവ്ലി വേറെ കഫേസിൽ നിന്ന് കഴിച്ചതിനേക്കാളും മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഐസ്ക്രീം വാസ് ഗുഡ്, അത് നല്ലതുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ അവിടുത്തെ ആംബിയൻസ് ഭയങ്കര അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു ജാപ്പനീസ് വൈബായിരുന്നു ഫുള്ള്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. ആൻഡ് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം തന്നെ പോകണമായിരുന്നു. അത് കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്നിട്ട് അവൾ തിരിച്ചു പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.